TN സാമുവൽ. ആക്ച്വലി തങ്കച്ചൻ എൻ സാമുവൽ എന്നാണ്. അത് ചുരുക്കത്തിൽ നീണ്ടുപോയത് കൊണ്ട് ഞാനങ്ങ് ചെറുതാക്കി എന്നുള്ളതേ ഉള്ളൂ. TN സാമുവൽ. എൻ്റെ നാട് പുനലൂരാണ്. വിദ്യാഭ്യാസത്തിന് ശേഷം കോളേജിലൊക്കെ പഠിച്ചതിന് ശേഷം ഞാൻ ബോംബെയിൽ എൻ്റെ മൂത്ത സഹോദരി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊരു ഹെൽപ്പും ആളുടെന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് ബോംബെയിലേക്ക് പോയി. എൻ്റെ അഞ്ചൽ കോളേജിലെ BSc ബിരുദത്തിന് ശേഷം അവിടെ നിന്ന് 5-8 വർഷം അവിടെയൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. ബൈ ദ ടൈം എൻ്റെ തൊട്ട് മൂത്ത സിസ്റ്റർ അമേരിക്കയിൽ നേരത്തെ എത്തിയിരുന്നു. അപ്പോൾ അവർ ഞങ്ങൾക്ക് വേണ്ടി എൻ്റെയും എൻ്റെ ഇളയ സിസ്റ്റർ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേർക്കും വേണ്ടി ഫയൽ ചെയ്ത് അങ്ങനെയാണ് ഞാൻ 84 അമേരിക്കയിൽ എത്തുന്നത്. ഹൂസ്റ്റണിലാണ് വന്നത്. ഹൂസ്റ്റണിൽ വന്ന സമയത്ത് ഞാനവിടെ ബോംബെയിൽ കേരളീയ സമാജവുമായിട്ടൊക്കെ ഒരു ചെറിയ സഹകരണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹൂസ്റ്റണിലെത്തിയപ്പോൾ മലയാളികളുടേതായ ഒരു കൂട്ടായ്മ ഞാൻ അന്ന് കണ്ടില്ല. അപ്പോൾ ഞങ്ങൾ സമാന ചിന്താഗതിക്കാരായ കുറേ ആൾക്കാരൊക്കെ കൂടി 1986 അവസാനം ത്തോടുകൂടി ഒരു സംഘടന രൂപവൽക്കരിക്കാനുള്ള ആഗ്രഹം ഉണ്ടായി. അങ്ങനെ എല്ലാവരും അതിനുവേണ്ടി പ്രവർത്തിച്ചു. അങ്ങനെ 1987 മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഹ്യൂസ്റ്റൺ എന്ന സംഘടന, ഞങ്ങളൊരു 9 പേരുടെ ഒരു അഡ്വോക്കറ്റ് കമ്മിറ്റി രൂപീകരിച്ച് അത് പ്രവർത്തനം ആരംഭിക്കുകയാണ്. അത് ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ ഫൊഗാന പ്രസിഡൻ്റായിരുന്ന ശ്രീ അനിരുദ്ധൻ സാറാണ്, M. അനിരുദ്ധൻ. അദ്ദേഹം എൻ്റെ കോളേജിലെ പ്രൊഫസറായിരുന്നു. അപ്പോൾ അങ്ങനെ പരിചയം ഞങ്ങളുണ്ടായിരുന്നു. ഏതായാലും അതിനുശേഷം ആ സംഘടന ഇന്നും ഹൂസ്റ്റണിൽ ഫലപ്രദമായ രീതിയിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇടപെട്ടുകൊണ്ട് ഇവിടെ നിൽക്കുന്നു എന്ന് കാണുമ്പോൾ വലിയ സന്തോഷമാണുള്ളത്. അതിൻ്റെ ആദ്യത്തെ പബ്ലിസിറ്റി കൺവീനറായും പിന്നെ പല പൊസിഷനിലും ഞാൻ മലയാളി അസോസിയേഷനിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സെക്രട്ടറി ആയിട്ടും വൈസ് പ്രസിഡൻ്റായിട്ടും പ്രസിഡൻ്റായിട്ടും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് ഇന്നും അഭംഗുരം തുടരുന്നു എന്ന് വളരെയധികം മെമ്പേഴ്സ് ഇപ്പോഴുണ്ട്. അതൊരു വലിയ എന്നെ സംബന്ധിച്ചിടത്തോളം സായുജ്യം അടയുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ പിന്നെ ഞാൻ മനസ്സിലാക്കി, യഥാർത്ഥത്തിൽ മറ്റൊരു സംഘടന ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നു. 2-3 വർഷം ഒന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിന് മുമ്പ് ഹൂസ്റ്റണിൽ ഒരു സംഘടന ഉണ്ടായിരുന്നു. KCA എന്നായിരുന്നു അതിൻ്റെ പേര്. അത് പ്രവർത്തനരഹിതമായി 3 വർഷത്തിന് ശേഷമാണ് ഞാൻ ഹൂസ്റ്റണിൽ വരികയും ഞങ്ങളെല്ലാവരും കൂടെ ആലോചിച്ച് ഈ സംഘടന രൂപപ്പെടുത്തുന്നതും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഒരു സാഹിത്യപരമായ ഒരു പ്രവർത്തനങ്ങളിൽ മുഴുകാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. കൂടുതലും കവിത എഴുത്താണ് എൻ്റെ ഒരു മേഖലയെന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താതെ ഈ പബ്ലിക് സാമൂഹ്യപരമായ കാര്യങ്ങളിലുള്ള ഒരു ആഗ്രഹം എന്നിലുള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ കവിതയിലേക്ക് തിരിഞ്ഞത്. കാരണം നമ്മുടെ മനസ്സിലിരിക്കുന്ന ചിന്തകൾ അത് മറ്റുള്ളവർക്കും കൂടെ ചിന്തോദ്ദീപകമാകുന്ന രീതിയിൽ വളരെ ചെറുതായിട്ട് വലിയ ലേഖനങ്ങളൊക്കെ എഴുതി വരുമ്പോഴത്തേന് 8-10 പേജുകൾ ഉള്ളപ്പോൾ അത് വായിക്കാൻ വിരസതയുണ്ടാകുമെന്ന് അറിയാവുന്നതുകൊണ്ട് വളരെ കാച്ചിക്കുറുക്കിയെടുത്ത ചെറിയ ചെറിയ കവിതകൾ ഞാൻ അങ്ങനെ എഴുതിയിട്ടുണ്ട്. അത് പല പത്രമാധ്യമങ്ങളിലും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. മലയാളം പത്രത്തിൽ ഹൂസ്റ്റണിൽ നിന്നിറങ്ങുന്ന പല വാരികകളിലും എൻ്റെ കവിതകൾ വന്നിട്ടുണ്ട്. ഒരു കാലത്ത് ഫൊഗാനയുടെ ഒരു സാഹിത്യ അവാർഡ് പോലും കവിതയ്ക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്. ഏതായാലും അത് ഇപ്പോഴും ഞാൻ തുടരുന്നു. അല്പം എഴുത്തും വായന ഇപ്പം വളരെ കുറവാണ്. കണ്ണിന് ഒരു ചെറിയ പ്രശ്നമുള്ളതുകൊണ്ട് വായന വളരെ കുറച്ചിരിക്കുകയാണ്. എന്നാലും എന്തെങ്കിലുമൊക്കെ കേൾക്കും, പിന്നെ എഴുതാറുമുണ്ട്. അപ്പോൾ അങ്ങനെ
നമ്മുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സമയത്താണ് നമ്മുടെ സെന്നി ക്രിസ്ത്യൻ വോയിസുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമുണ്ടാകുന്നതും അത്തരത്തിലാണ് ഇതിൻ്റെ പ്രവർത്തനം ഇപ്പോൾ ഞങ്ങൾ തുടങ്ങിയത്. ഇനി തുറന്നുള്ള ദിവസങ്ങളിൽ എനിക്ക് നിങ്ങളോട് കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാം എന്ന് ഞാൻ കരുതുന്നു. എങ്ങനെയുണ്ടത്?